ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ഉച്ചയൂണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതായത് തുടക്കക്കാർക്ക് ഇപ്പോൾ PG-യിൽ അല്ലെങ്കിൽ ഹോസ്റ്റൽസിൽ നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് നിൽക്കുന്നിടത്ത്, വീട് വിട്ടിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നിടത്ത്, ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ ജോലി തിരക്കൊക്കെ ആകുമ്പോൾ അധികം സമയമൊന്നും ഉണ്ടാവില്ല കുക്കിങ്ങിന് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്നാൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ഫുഡ് എങ്ങനെ വെക്കാമെന്നുള്ളതാണ്. ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരി മട്ട റൈസാണ്. അതായത് ബ്രൗൺ റൈസ് ഞാൻ സ്ഥിരമായിട്ട് ഇതേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ചോറ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്ത് ഇട്ട്, ഞാൻ റൈസ് കുക്കറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ഇൻ ദി സെൻസ് നമുക്കതൊരു 1 hour എടുക്കും എനിക്ക് ഈ റൈസ് വെന്ത് കിട്ടാൻ. പക്ഷെ നമ്മൾ നോർമൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ തുണികൾ ഇടുന്ന പോലെയാട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം തിളച്ച് അതിലോട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ, അത് തിളച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെതായുള്ള സമയത്തിൽ അത് വെന്തോളും. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് എങ്ങനെയാണ് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ഒന്ന് കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ഇത് കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് സ്പീഡായിട്ട് നടക്കുകയുള്ളൂ. ഇത് എക്സ്പേർട്സിനെ ഒന്നും ഞാൻ ഇതാക്കുന്നില്ല, കാരണം ഞാൻ പണ്ട് യൂട്യൂബ് നോക്കി പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണേ കേട്ടോ. അതായത് ബിഗിനേഴ്സിനാണ് ഞാൻ ഫോക്കസ് ചെയ്യണത്. അടുത്ത് ഞാൻ കറി ഉണ്ടാക്കാൻ അതിലേക്ക് ഉള്ളി അരിയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പ്രോൺസ് റോസ്റ്റാണ്. അതായത് ഉള്ളിയും തക്കാളി, അത് അധികം ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളി, തക്കാളി, മുളക്. ഇപ്പം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 സവാളയാണ് എടുക്കുന്നത്. അടുത്ത ഞാനൊരു കുഞ്ഞു ടിപ്പാണ് പറയാൻ പോകുന്നത്, എങ്ങനെ തേങ്ങ ചിരവില്ലാതെ നമുക്ക് ചിരവി എടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ തേങ്ങ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളൊരു മിക്സീൻ്റെ ചെറിയ ജാറിൽ വെച്ചിട്ട് തേങ്ങ, ഈ കട്ട് ചെയ്ത തേങ്ങ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് റിവേഴ്സ് അടിക്കാം, അതായത് ബാക്ക് അടിക്കാം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം കേട്ടോ. ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച തേങ്ങ കുറച്ചിട്ടാൽ മതി. അധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും അടിക്കാൻ. അങ്ങനെ അത്യാവശ്യം പകുതിയോളം ഇട്ടതിന് ശേഷം മിക്സി ഓൺ ആക്കിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഇതിൻ്റെ സ്വിച്ച് നമ്മൾ നോർമൽ അടിക്കുന്നതിന് റിവേഴ്സായിട്ട് തിരിച്ചടിക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ആയി കിട്ടിയിട്ടുണ്ടോ നോക്കിയേ. നമ്മൾ കറക്റ്റ് തേങ്ങ ചിരവിയ പോലെ തന്നെ അല്ലേ. അപ്പം നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി, ചീത്തയാവില്ല. അപ്പം എപ്പോഴും ഇങ്ങനെ തേങ്ങ ചിരവി നമുക്ക് അവിടെ ടൈം നമുക്ക് ലാഭിക്കാം. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഈ പാത്രത്തിലാക്കിയിട്ട് ഞാനിതെടുത്ത് വെക്കും. അപ്പോൾ തേങ്ങ ചിരവാനൊക്കെ മടിയുള്ളവരൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമുള്ള പണിയാണ്. തേങ്ങ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക, മിക്സിൻ്റെ ജാറിലിടുക, ബാക്കോട്ട് തിരിക്കുക, കഴിഞ്ഞ പണി. കുറേ നേരം നമ്മളിങ്ങനെ ചിരവി സമയം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി നമ്മളവിടെ കഴിഞ്ഞു. അത് പിന്നെ 1 മണിക്കൂറിലേക്ക് നോക്കണം. 1 മണിക്കൂറെങ്കിലും വേണം കേട്ടോ എനിക്ക് ഈ അരി വെന്ത് കിട്ടാൻ. കാരണം അത് അധികം വേവ് കൂടുകയില്ല, എന്നാൽ പറ്റ കുറയില്ല. 1 hour കറക്റ്റാണെങ്കിൽ. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് ഊറ്റേണ്ട ആ ഒരു കാര്യമേ ഉള്ളൂ. അപ്പം ഞാനത് സൈഡിലോട്ട് വെച്ച് അടുത്തത് എൻ്റെ പണിയെന്ന് പറഞ്ഞ് തോരനിലേക്ക് ഉള്ളി അരിയണം. അപ്പോൾ ഒരു സവോളേൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പയർ തോരന ഞാൻ ഉണ്ടാക്കണേ കേട്ടോ. ഞങ്ങളവിടെ ഉപ്പേരി എന്നാണ് പറയാറ്, എങ്കിലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പയർ തോരൻ എന്ന് പറയുന്നുണ്ട്, പയർ ഉപ്പേരി എന്നും പറയുന്നുണ്ട്. അപ്പം അതിലോട്ട് ഒരു പകുതി സവാളയും 1 പച്ചമുളകുമാണ് ഇടുന്നത്. അപ്പം എൻ്റെ ഉപ്പേരിക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഞാൻ പയർ ആദ്യമേ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം തന്നെ എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എനിക്ക് പണി എളുപ്പമാവും. അങ്ങനെ പയർ അരിഞ്ഞ് വെച്ചതുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കറിവേപ്പില, 1 പച്ചമുളക്, പകുതി സവാള. ഇതാണ് നമ്മൾ ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പണിയിലോട്ട് പോകാൻ. അങ്ങനെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു.
ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ചു. പാൻ വെച്ചതിന് ശേഷം പാനൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമ പഠിക്കും കേട്ടോ. കാരണം വെളിച്ചെണ്ണ ചൂടാവണത് ഒരു ക്ഷമ, അത് കഴിഞ്ഞ് ചൂടായ കടുക് അതിനകത്തിട്ട് കടുക് പൊട്ടുന്നതും അടുത്തൊരു ക്ഷമയാണ്. അതിന് ചിലവർക്ക് ക്ഷമ ഉണ്ടാവില്ല, അത് കടുക് പൊട്ടി തീരുന്നവരെ ക്ഷമിക്കണം മക്കളെ, ക്ഷമിക്കണം. അത് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച പകുതി സവാള നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, ഈ സവാള വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അധികം വേണ്ട, കുറച്ചിട്ടാൽ മതി. കുറച്ച് ബ്രൗൺ കളറായ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു 1/4 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പയറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അതൊന്ന് മിക്സായി കിട്ടണത് വരെ. പയർ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്ക് ചെമ്മീനിലോട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അതിലോട്ട് ഞാനൊരു തക്കാളി, 3 സവാള, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ സവാള എല്ലാം ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഞാൻ നീളത്തിലാട്ടോ അരിയണത്. ഇത് ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കണം. എനിക്കെന്തോ ഇപ്പം അടുത്തായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയണതാണ് ഇഷ്ടം. അതേസമയം നമ്മൾ പയറുപ്പേരി ഇടയ്ക്കൊന്ന് തുറന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശമായി ഞാൻ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാറ്. സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുമല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുത്തുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് മൊരിഞ്ഞിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് നല്ല രീതിയിൽ പയറിനോട് ചേർന്ന് അങ്ങ് വെന്ത് പോയിക്കോളും. പയറുപ്പേരി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനിയൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ചെമ്മീനിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പില, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക്. അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ലാസ്റ്റത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ക്ലീൻ ആക്കണം. ഞാൻ അത് ലാസ്റ്റിലേക്ക് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈം എടുക്കും. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ചെമ്മീൻ ക്ലീൻ ആയത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൾറെഡി എല്ലാം റെഡി ആയതുകൊണ്ട് പിന്നെ വേഗം അങ്ങ് കറി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാണ്.
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ആദ്യം ചെറുതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വറുത്തെടുക്കും കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് മസാല ഒന്ന് നന്നായി പിടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ കുറച്ചൊരു 10 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിവിടെ 1 hour ആയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഞാൻ ഈ ചോറ് ഊറ്റാനുള്ള പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ കുക്കിങ്ങും എല്ലാം കൂടി ഈ ഒരു 1 hour മതി. അതായത് ചോറ് വേവുന്നൊരു ടൈമോ പിന്നെ നമ്മൾ കുക്കിംഗ് എല്ലാം അതിലങ്ങോട്ട് കഴിഞ്ഞോളൂ. അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് പിന്നെ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ 2 നേരത്തിനുള്ളതാണ്. ഒന്ന് ഞാൻ നൈറ്റ് കഴിക്കും, പിന്നെ നെക്സ്റ്റ് ഡേ ലഞ്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ലഞ്ചിനുള്ള ചോറും കൂടി ഞാൻ തലേന്നാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം ഇത് 1 മണിക്കൂർ എടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ മോർണിംഗ് പോണ സമയത്ത് ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ അത് ഒരു പ്രോബ്ലം ആവും. അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ചോറുണ്ടാക്കി വെക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ അങ്ങനെ എടുത്ത് കൊണ്ടുപോയാൽ മതി, ചീത്തയാവുന്നില്ല. എന്നാൽ ഈ ബ്രൗൺ റൈസ് ആയതുകൊണ്ട് അങ്ങനെ ചീത്തയാവുന്നില്ല. അടുത്തൊരു കുഞ്ഞു ടിപ്പും കൂടി പറഞ്ഞുതരാം, എങ്ങനെ നമുക്ക് അധികം ഓയിൽ വേസ്റ്റ് ആക്കാണ്ട് എല്ലാ 3 കാര്യങ്ങളും ചെയ്തെടുക്കാമെന്ന്. അതായത് ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതേ സാധനത്തിൽ തന്നെ ഞാൻ പപ്പടം കാച്ചുന്നുണ്ട്, ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെമ്മീനിലേക്കുള്ള മസാലയും അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം പപ്പടമാണ് കാച്ചുന്നത് കേട്ടോ. പപ്പടം കാച്ചിയ ഓയിൽ തന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ എല്ലാം ഈ ഒരു ഓർഡറിലായാൽ നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഏത് ഓയിലാണെങ്കിലും നമുക്ക് അധികം വേസ്റ്റ് ആവാതെ നമുക്ക് ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് രാത്രി അത് കഴിക്കാം. അങ്ങനെ ഞാൻ അതേ ഓയിലിട്ടിട്ട് ഞാൻ ഈ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അങ്ങനെ അതും ഞാൻ ചൂടാക്കിയെടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് തന്നെ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ അവിടെ എക്സ്ട്രാ ഒരു ഇത് വന്നല്ലോ, നമ്മൾ പറഞ്ഞ 3 കാര്യത്തിൽ നിന്ന് എക്സ്ട്രാ ആ ഒരു ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അവിടെ ആ ഓയിൽ ഇതായി. അപ്പോൾ കുറച്ച് ഓയിൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായതിൻ്റെ ശേഷം അതിലേക്ക് എല്ലാ മസാലകളും ആഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം.
കുറച്ച് വെന്ത മസാലയ്ക്ക് ഞാൻ കുറച്ചൊരു വെള്ളം ആഡ് ചെയ്യണം. ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം കേട്ടോ. അതായത് കുറച്ചൊരു കൊഴുപ്പും കിട്ടും, പിന്നെ അതുപോലെ ചൂടായ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചോറിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അത്യാവശ്യം വെള്ളം ആഡ് ചെയ്ത് ഒരു മസാലയൊക്കെ നല്ല ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട്, ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതല്ല നെക്സ്റ്റ് ഡേക്ക്. അപ്പം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അത് കാരണം ഞാൻ നമ്മളുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മട്ട റൈസ്, അതിലേക്ക് അമ്മ കൊടുത്തയച്ച പ്രോൺസ് ഫ്രൈയും, പിന്നെ നല്ല തേങ്ങ ഇട്ട് വെച്ച് പയർ തോരനും, പിന്നെ ആവി പറക്കണ പ്രോൺസ് റോസ്റ്റ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ പപ്പടവും. അപ്പം എനിക്ക് കുക്കിംഗ് ഒന്നും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ടൈം ഒന്ന് ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഇപ്പം ഇതേ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ കുക്കിംഗ് എൻജോയ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് റെഡിയാക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഉരുള ഞാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.